ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. #സിവിലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ സർദാർ ഫാളിൻ്റെ ഡിസൈൻ പോസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ താഴെ കമൻസ് ഉണ്ടായിരുന്നു ഡിസൈൻ്റെ ബാക്കി പോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ DHSൻ്റെ 5th മൊഡ്യൂളിലെ കുറച്ച് ഭാഗങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോയിൽ മൊഡ്യൂൾ 5ൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പിൽവേസ് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം. സ്പിൽവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാം സൈറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന വാട്ടറിനെ, സർപ്ലസ് വാട്ടറിനെ എഫക്റ്റീവായിട്ട് താഴേക്ക് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് കളയാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്ത് വാട്ടർ എപ്പോഴാണെന്ന് വെച്ചാൽ സ്പിൽവേയുടെ മേളിൽ കൂടെ നോർമൽ പൂൾ ലെവൽ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വാട്ടർ ഇതിന് മേളിൽ കൂടെ ഫ്ലോ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് മാക്സിമം റിസർവോയർ കപ്പാസിറ്റിയിലേക്ക് വെള്ളം എത്തുകയാണെങ്കിൽ അത് ഇതിൻ്റെ ക്രസ്റ്റിൻ്റെ മേളിൽ കൂടെ ഓവർഫ്ലോ ചെയ്യാനും അങ്ങനെ ഡാമിന് ഫെയിലിയർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്പിൽവേസ് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ ഡാമിൻ്റെ ഫെയിലിയർ ഉണ്ടാവും. ഇനി ലൊക്കേഷൻ ഓഫ് സ്പിൽവേ എന്ന് പറയുന്നത് ഒന്നീ നമുക്ക് ഡാമിൻ്റെ ബോഡിക്കകത്ത് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അറ്റ് എൻഡ് ഓഫ് വൺ ഡാമായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ എൻറ്റയർലി അവേ ഫ്രം ദ ഡാമായിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനകത്ത് ബെസ്റ്റ് ബിൽഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ദി ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഇതാണ് ഒരു ഫിഗർ എങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റിസർവോയർ എന്ന് പറയുന്നത്. ടോപ്പ് ഓഫ് ദി ഡാം നമുക്ക് കാണാം. ഇതിനകത്ത് നോർമൽ പൂൾ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതേ ലെവലിലാണ് നമ്മൾ സ്പിൽവേസ് കൊടുത്തേക്കുന്നത്, സ്പിൽവേ ക്രസ്റ്റ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഈ കാണുന്നതാണ് മാക്സിമം വാട്ടർ ലെവൽ. അതിൽ നിന്നും മാക്സിമം റിസർവോയർ കപ്പാസിറ്റിയിലേക്ക് ഒരു ഫ്രീ ബോർഡ് നമുക്ക് കാണാം. ഇതിൻ്റെ മുകളിലെത്തി കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഓവർഫ്ലോ ആകുന്നു, ഡാമിന് ഫെയിലിയർ ഉണ്ടാകുന്നു. ഇനി ടൈപ്സ് ഓഫ് സ്പിൽവേസ്. ടൈപ്പ് ഓഫ് സ്പിൽവേക്കകത്ത് മെയിനായിട്ട് 6 ടൈപ്പ് സ്പിൽവേ ആണുള്ളത്. ഇനി ഇത് കൂടാതെ തന്നെ സ്പെഷ്യൽ ടൈപ്പ് സ്പിൽവേസ് വേറെ 4 കൂടെ ഉണ്ട്. ഇത് ഇപ്പം സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ, ഓവർഫ്ലോ സ്പിൽവേ അല്ലെങ്കിൽ ഊഗി സ്പിൽവേ എന്ന് പറയും, ചൂഡ് സ്പിൽവേ, ട്രഫ് സ്പിൽവേ അല്ലെങ്കിൽ ഓപ്പൺ ചാനൽ സ്പിൽവേ, സൈഡ് ചാനൽ സ്പിൽവേ, ഷാഫ്റ്റ് സ്പിൽവേ, സൈഫൺ സ്പിൽവേ. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇതാണ് സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ എന്ന് പറഞ്ഞത്. ഇതാണ് സിംപ്ലസ്റ്റ് സ്പിൽവേ യൂസ് ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ നോക്കാം. സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ വിത്തൗട്ട് ഡൗൺ പ്രൊട്ടക്ഷൻ ഉണ്ട്, വിത്ത് ഡൗൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രസ്റ്റിൻ്റെ മേളിൽ കൂടെ വരുന്ന വാട്ടർ ഫ്ലോ ചെയ്യുന്ന അണ്ടർ ഗ്രാവിറ്റിയിലായിരിക്കും. ഇവിടെ ഒരു സ്മോൾ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിനെ ലിപ്പെന്ന് പറയും. അതെന്തിനാണ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സഫിഷ്യൻറ്റ് ഡിസ്റ്റൻസിലേക്ക് മാറി ഡൗൺ സ്ട്രീം വാട്ടർ വീഴാൻ വേണ്ടിയിട്ട്. അണ്ടർ സൈഡ് ഓഫ് ദി നാപ്പെ ടു ബി വെന്റിലേറ്റഡ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ നാപ്പ എന്ന് പറഞ്ഞാൽ ഈ ഓവർഫ്ലോയിങ് വാട്ടറിൻ്റെ ലെയറിനെയാണ് പറയുന്നത്. ഈ നാപ്പ ഇതിന് താഴെയായിട്ട് വാക്വം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വാക്വം ക്രിയേറ്റ് ആയാൽ ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് അല്ലെ പൾസേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നാപ്പയ്ക്ക് താഴെ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇത് വിത്ത് ഡൗൺ പ്രൊട്ടക്ഷൻ. ഡൗൺ പ്രൊട്ടക്ഷൻ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഈ വാട്ടർ ഇതിൻ്റെ മേളിൽ കൂടെ താഴോട്ട് വീഴുന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കുന്ന കൈനറ്റിക് എനർജി, ഇത് അക്വയർ ചെയ്യുന്ന കൈനറ്റിക് എനർജി ഒരുപാട് കൂടുതലായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ സ്കോറിംഗ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റിനെ കുറയ്ക്കാനും എനർജി ഡിസിപ്പിറ്റേറ്റ് ചെയ്യാനുമായിട്ട് നമ്മളിവിടെ ഒരു ലോ സെക്കൻഡറി ഡാം അല്ലെ ഒരു ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പൂൾ ഓഫ് വാട്ടർ ഫോം ചെയ്യും, ഇവിടുത്തെ എനർജി ഡിസിപ്പേറ്റ് ആയി പോവുകയും ചെയ്യും. അതാണ് സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ വിത്ത് ഡൗൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെ നോട്ടായിട്ട് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. സിംപ്ലസ്റ്റ് ടൈപ്പ് ബിൽറ്റ് ഓൺ സ്മോൾ ബൺസ് ഓർ ഓൺ തിൻ ആർച്ച് ഡാംസ്, ലോ വിയർ ആൻഡ് സിമ്പിൾ വെർട്ടിക്കൽ ഫ്ലോ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് ദി സ്ട്രക്ചർ മേ ബി വെർട്ടിക്കൽ ഓർ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ്. ഈ ഡൗൺ സ്ട്രീം ഓഫ് ദി സ്ട്രക്ചർ ഇത് സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ആയിട്ടോ വെർട്ടിക്കലായിട്ടോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഇനി ക്രസ്റ്റ് ഈസ് എക്സ്റ്റെൻഡ് ഇൻ ദ ഫോം ഓഫ്, അത് ഫസ്റ്റ് കേസിൻ്റെ കാര്യമാണ്. ക്രസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓർ ഹാങ്ങിങ് ലിപ്പായിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ടു കീപ് സ്മോൾ ഡിസ്ചാർജസ് എവേ ഫ്രം ദ ഫേസ് ഓഫ് ഓർ ഫാൾ സെക്ഷൻ. വാട്ടർ ഫ്ലോസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. നെക്സ്റ്റ് സഫിഷ്യൻറ്റ് വെന്റിലേഷൻ ഈസ് റിക്വയർഡ് അപ്സൈഡ് ഓഫ് നാപ്പ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഫ്ലക്ച്വേറ്റിംഗ് ആൻഡ് പൾസേറ്റിംഗ് എഫക്റ്റ് ഓഫ് ജെറ്റ്. Sometimes a low head dam is created at the downstream side to create a pool of water to dissipate the energy of falling water. Next, ഓവർഫ്ലോ സ്പിൽവേ അല്ലെങ്കിൽ ഊഗി സ്പിൽവേ. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഓവർഫാൾ സ്പിൽവേ. തൊട്ട് മുമ്പ് പറഞ്ഞ ഓവർഫാൾ സ്പിൽവേയുടെ ഒരു ചെറിയ സ്ലൈറ്റ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഈ ടൈപ്പ് സ്പിൽവേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ്, മേസണറി, ആർച്ച് ആൻഡ് ബട്രസ് ഡാമുകളിലാണ്. ഇതെവിടെ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഊഗി സ്പിൽവേ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ റിവറിന് മിനിമം വിഡ്ത്ത് വേണം, സഫിഷ്യൻറ്റ് ടു പ്രൊവൈഡ് ക്രസ്റ്റ് ലെങ്ത്. നമുക്ക് വേണ്ടുന്ന സഫിഷ്യൻറ്റ് ക്രസ്റ്റ് ലെങ്ത് കൊടുക്കാനുള്ള വിഡ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഊഗി സ്പിൽവേ ഒരു ഏരിയയിൽ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പ്രൊഫൈൽ ഓഫ് സ്പിൽവേ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ലോവർ നാപ്പയുടെ ഷേപ്പ് അനുസരിച്ചായിരിക്കും. ലോവർ നാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്തു പോകുന്ന വാട്ടറിൻ്റെ ഏറ്റവും താഴത്തെ ലെയറിനെയാണ് നമ്മൾ ലോവർ നാപ്പ എന്ന് പറയുന്നത്. ആ ലോവർ നാപ്പയുടെ പ്രൊഫൈൽ അനുസരിച്ചായിട്ടായിരിക്കും നമ്മൾ
ഓഗി സ്പിൽവേയുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. അപ്സ്ട്രീം വെർട്ടിക്കലായിട്ട് വരുന്നു, അപ്സ്ട്രീം ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നു. അപ്സ്ട്രീം വെർട്ടിക്കലായിട്ട് വരുന്ന കേസാണിത്, ഷാർപ്പ് ക്രസ്റ്റഡ് വിയറായിട്ട് അപ്സ്ട്രീം വരുന്നത്. ഈ കേസിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോവർ നാപ്പയുടെ പ്രൊഫൈൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊജക്റ്റൈൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം, ഈ 0 വരെ O വരെയുള്ള പോയിന്റിൽ ഷാർപ്പ് ക്രസ്റ്റഡ് വിയറിൽ വെള്ളം തങ്ങിയിരിക്കുന്നുണ്ട്. ഈ Oയിൽ നിന്ന് Cയിലേക്ക് പോകുന്നതനുസരിച്ച് വാട്ടർ റൈസ് ചെയ്ത് പോവുകയാണ്, എന്നിട്ടത് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ റൈസ് ചെയ്ത് ഫോളോ ചെയ്യുന്ന ഷേപ്പ് നോക്കിക്കുക, പരാബോളിക് ഫോം അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രൊഫൈൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊജക്റ്റൈൽ വെച്ചിട്ടാണെന്ന്. ഇനി നമ്മുടെ ഷാർപ്പ് ക്രസ്റ്റഡ് വിയറിൻ്റെയും ഈ ലോവർ നാപ്പയുടെയും ഇടയ്ക്കുള്ള ഭാഗം നമ്മൾ കോൺക്രീറ്റ് വെച്ചാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന വിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഊഗി എന്ന് പറയുന്നത്. അതായത് എസ് ഷേപ്ഡ് കർവ് ആയിരിക്കണം ഇൻ സെക്ഷൻ. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഊഗി കൊണ്ട് ഇത് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് പ്രൊഫൈൽ ഓഫ് ഊഗി സ്പിൽവേ എന്ന് പറഞ്ഞത്, അതായത് ഇൻക്ലൈൻഡ് അപ്സ്ട്രീം സൈഡ്. ഈ ഇൻക്ലൈൻഡ് അപ്സ്ട്രീം സൈഡ് ആണെങ്കിൽ പോലും ഇത് ഈ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എസ് കർവായിട്ട് വരികയും വേണം. അതുപോലെ തന്നെ ഈ പ്രൊഫൈൽ ലോവർ നാപ്പയ്ക്ക് അനുസരിച്ചുമാണ്. അതുപോലെ ഈ പ്രൊഫൈലിൽ കൂടെ എനർജി കുറഞ്ഞ് വാട്ടറിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റണം. അതാണ് സെക്കൻഡ് പ്രൊഫൈൽ ഓഫ് ഊഗി സ്പിൽവേ. ഇത് ജസ്റ്റ് പറഞ്ഞാൽ എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഓവർഫാൾ സ്പിൽവേ മെയിൻലി യൂസ്ഡ് ഇൻ concrete masonry, arch and buttress dam, used in valleys where the width of river is sufficient to provide required crust length. Profile of spillway is selected in accordance with the shape of the lower nappe. അപ്സ്ട്രീം വെർട്ടിക്കൽ ആകുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊജക്റ്റൈൽ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെന്നും അതുപോലെ പരാബോളിക് ഫോം അച്ചീവ് ചെയ്യുന്നു ഊഗിയും. അത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ കേസിൽ ഊഗി സ്പിൽവേയുടെ കേസിൽ ഹെഡ് ഓവർ സ്പിൽവേ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഡിസൈൻ ഹെഡ് ആണെങ്കിൽ ക്യാവിറ്റേഷൻ ഒക്കർ ചെയ്യും. കൈനറ്റിക് എനർജിയുടെ കൂടുതൽ കാരണം ക്യാവിറ്റേഷൻ ഒക്കർ ചെയ്യും. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. ഇഫ് ഹെഡ് ഓവർ സ്പിൽവേ ഇസ് ലെസ് ദാൻ ഡിസൈൻ ഹെഡ്, വാട്ടർ അഡ്ഹേഴ്സ് ടു ദ ക്രസ്റ്റ്. ഈ ക്രസ്റ്റിൽ കൂടെ തന്നെ അഡ്ഹെയർ ചെയ്ത് പോകും. ക്രിയേറ്റ്സ് പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, റെഡ്യൂസസ് ദ ഡിസ്ചാർജ് കോഎഫിഷ്യൻ്റ് ഓഫ് ദി വിയർ. ഡിസ്ചാർജ് കോഎഫിഷ്യൻ്റ് കുറയ്ക്കുകയും ചെയ്യും. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചൂട്ട്, ട്രഫ് ഓർ ഓപ്പൺ ചാനൽ സ്പിൽവേ എന്ന് പറയുന്നത്. ഇനി ഈ ടൈപ്പ് സ്പിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്തേൺ അല്ലെ റോക്ക് ഫിൽ ഡാംസിനകത്ത് നമ്മൾ സാധാരണ സെപ്പറേറ്റ് സ്പിൽവേ ആണ് ജനറലി കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ ഫ്ലാങ്ക് ഓർ സാഡിൽ എവേ ഫ്രം ദ റിസർവോയർ. നമ്മുടെ റിസർവോയറിൽ നിന്ന് ഇച്ചിരി ദൂരത്തായിട്ട് മാറിയിട്ട് സാഡിലോ വല്ലതും ആയിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഇനി ചില സമയത്ത് ഗ്രാവിറ്റി ഡാംസിൽ നമ്മൾ ഈ ടൈപ്പ് കൺസിഡർ ചെയ്യാറുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ വിഡ്ത്ത് ഓഫ് മെയിൻ വാലി എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ അല്ലാതെ വരുമ്പോൾ, ബാക്കി ഒരു ടൈപ്പ് സ്പിൽവേക്ക് സ്യൂട്ടബിൾ അല്ലാതെ അത്ര നാരോ ആയിട്ട് വരുമ്പോഴാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലോ കോസ്റ്റ് സ്പിൽവേ എന്ന് പറയുന്നത് ചൂട്ട് സ്പിൽവേ ആണ്. അതുപോലെ തന്നെ ദിസ് ക്യാൻ ബി അഡോപ്റ്റഡ് ഇൻ എനി ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ. ഏത് ഫൗണ്ടേഷനിലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിൽവേ ആണ് ഇതെന്ന് പറയുന്നത്. ഇനി ഈ ചൂട്ട് സ്പിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീപ്ലി സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ചൂട്ട് അല്ലെ ട്രഫാണ്, ഒരു ഓപ്പൺ ചാനലാണ് എലോങ് ദി ഡാമിൻ്റെ അബട്ട്മെൻറ്റിൽ കൂടെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സാഡിലിൽ കൂടെ ഫ്ലാങ്കിൽ കൂടെ ഒക്കെ ഉള്ളൊരു ഓപ്പൺ ചാനലാണ്. സ്റ്റീപ്പായിട്ട് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ചാനലാണ് നമ്മുടെ ഈ ചൂട്ടെന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ബാക്കി എല്ലാ സ്പിൽവേയുടെ കൂടെ തന്നെ റിസർവോറിലുള്ള സർപ്ലസ് വാട്ടറിനെ നമ്മൾ ഡൗൺ സ്ട്രീമിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ജനറലി നമ്മൾ കോൺസ്റ്റൻറ്റ് വിഡ്ത്തിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ നാരോ വിഡ്ത്ത് ആക്കാൻ ഇത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും, എക്കണോമി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം റിയൽ ലൈഫ് കേസ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അപ്സ്ട്രീം സൈഡിൽ അല്ലെ ചൂട്ട് തുടങ്ങിയിടത്ത് നമ്മൾ ചെറുതായിട്ടും എക്കണോമിക്ക് വേണ്ടിയിട്ട് താഴോട്ട് വരുന്നതനുസരിച്ച് വിഡ്ത്ത് കൂട്ടിയാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ താഴെ വരുമ്പോൾ സഫിഷ്യൻറ്റ് ഡിസ്ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ചൂട്ട് സ്പിൽവേയെ നമ്മൾ സംടൈംസ് വേസ്റ്റ് വിയർ എന്ന് പറയും. അതുപോലെ തന്നെ ഈ സ്പിൽവേ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് കണ്ടിന്യൂവേഷൻ വിത്ത് ദ ഡാം അറ്റ് വൺ എൻഡ് ആണെങ്കിൽ അതിനെ ഫ്ലാങ്ക് വിയർ എന്ന് പറയും. അതുപോലെ തന്നെ നാച്ചുറൽ സാഡിൽ അവൈലബിൾ ആയിട്ടുള്ളിടത്താണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഇതിനെ സാഡിൽ വിയർ എന്ന് പറയും. ഇതിനകത്ത് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസ് ഓഫ് ദി ചാനൽ. ആ വരുന്ന ചാനലിൻ്റെ ബേസിൽ നമ്മളൊരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സ്ലാബ് 25 to 50 സെൻറ്റിമീറ്റർ തിക്നെസ് ആയിരിക്കും. അതുപോലെ ആ സ്ലാബിന് ലൈറ്റ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും. മിനിമം 0.25% ഓഫ് കോൺക്രീറ്റ് ഏരിയ ആയിരിക്കും നമ്മളതിന് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ചൂട്ട് ഈസ് സംടൈംസ് ഓഫ് കോൺസ്റ്റൻറ്റ് വിഡ്ത്ത് ബട്ട് ഈസ് യൂഷ്വലി നാരോഡ് ഫോർ എക്കണോമി ആൻഡ് ദെൻ വൈഡൻ നിയർ ദ എൻഡ് ടു റെഡ്യൂസ് ദ ഡിസ്ചാർജിങ് വെലോസിറ്റി. ഇനി ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ 10 മീറ്റർ രണ്ട് സൈഡിലോട്ടും 10 മീറ്റർ ഇടവിട്ട് നമ്മൾ
എക്സ്പാൻഷൻ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യും. ഇത് തന്നെ വാട്ടർ ക്യാരിയിങ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ആ എക്സ്പാൻഷൻ ജോയിൻസ് വാട്ടർ ടൈറ്റ് ആയിരിക്കണം. സോ ആസ് ടു അവോയ്ഡ് എനി അണ്ടർ സീപ്പേജ് ആൻഡ് ഇറ്റ്സ് ട്രബിൾസം എഫക്ട്സ് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് വാട്ടർ ടൈറ്റ് ആയിരിക്കണം. എക്സ്ട്രാ വരുന്ന വാട്ടറിനെ സൈഡിൽ കൂടെ ഒക്കെ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടർ ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലോപ്പിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ സ്ലോപ്പെങ്കിൽ നമുക്കവിടെ എക്സ്കവേഷൻ വേണ്ടുന്നത് മിനിമം ആയിരിക്കും. അതുപോലെ ഈ സ്ലോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ സ്റ്റീപ്ലി സ്ലോപ്പിംഗ് ആണ്, ആ സ്ലോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹൈ ആയിരിക്കണം. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അറ്റൈൻ ചെയ്യാൻ തക്കത്തോളം ഹൈ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിൻ്റെ സ്ലോപ്പ് കൺസിഡർ ചെയ്യുന്നത്. ഇത്രയാണ് ചൂട്ട്, ട്രഫ് ഓർ ഓപ്പൺ ചാനൽ സ്പിൽവേക്കകത്തുള്ള. അടുത്ത സൈഡ് ചാനൽ സ്പിൽവേ ആണ്. ഇത് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാരോ വാലീസിലായിരിക്കും. അതായത് ഫ്ലാങ്സ് ഒന്നും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല, വേണ്ടുന്ന വിഡ്ത്തിൽ അങ്ങനെയുള്ളിടത്തായിരിക്കും നമ്മൾ ചൂട്ട് സ്പിൽവേ കൊടുക്കുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പിൽവേ കൂടെ വരുന്ന വാട്ടറിനെ നമ്മൾ 90 ഡിഗ്രി ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഈ റിസർവോയറിന് പാരലായിട്ട് 90 ഡിഗ്രി ആക്കി കൊണ്ടുപോകുന്നത്. ഇത് ചൂട്ട് ചാനൽ വഴി തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആകെയുള്ള വ്യത്യാസം ഈ 90 ഡിഗ്രി തിരിക്കുന്നെന്നുള്ളേ ഉള്ളൂ. Water spilling over the crust is turned by 90 degree made to flow parallel to the crust in the side channel. ഇതാണ് ചൂട്ട് ചാനലിൻ്റെ സൈഡ് വാള് വാട്ടർ പോകുന്ന കാണിച്ചേക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഷാഫ്റ്റ് സ്പിൽവേ എന്ന് പറയും. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റിസർവോയർ കിടക്കുന്ന വാട്ടർ ഒരു വെർട്ടിക്കൽ പൈപ്പ് കോൾഡ് ഷാഫ്റ്റിനകത്തൂടെ കയറിയാണ് നമ്മുടെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വരുന്നത്. ഇത് മെയിനായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്കവേറ്റഡ് ത്രൂ സം നാച്ചുറൽ റോക്കി ഐലൻഡ് ഓർ റോക്കി സ്പാർ എക്സിസ്റ്റിംഗ് അപ്സ്ട്രീം ഓഫ് ദ റിവർ നിയർ ഡാം. ഇത് അതുപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടും ഷാഫ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് വേണ്ടുന്ന സ്മോളർ ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് ഷാഫ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് മെറ്റലിലോ കോൺക്രീറ്റിലോ ക്ലേ ടൈൽസിലോ ചെയ്യാം. നോ സ്പെഷ്യൽ ഇൻലെറ്റ് ഡിസൈൻ ഈസ് നെസസറി. ലാർജ് ഹൈറ്റ് ആണെങ്കിൽ ഷാഫ്റ്റ് മേ ബി കൺസ്ട്രക്റ്റഡ് ഇൻ RCC. അതുപോലെ തന്നെ ഒരു ഫ്ലെയർഡ് ഇൻലെറ്റ് പ്രൊവൈഡ് ചെയ്യണം. മോർണിംഗ് ഗ്ലോറി എന്നാണ് അതിനെ പറയുന്ന പേര്. ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ഇൻലെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ ഹൈറ്റ് കൂടുതലാണെങ്കിൽ. ഇനി ആ വെർട്ടിക്കൽ ഷാഫ്റ്റിൽ കൂടെ വരുന്ന വാട്ടറിനെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ കൺഡ്യൂട്ട് അല്ലെങ്കിൽ ടണൽ കൺസ്ട്രക്ട് ചെയ്യണം. അത് നമ്മൾ ഒന്നി ഡാമിനകത്തൂടായിരിക്കും. കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാംസിൻ്റെ കേസിലാണെങ്കിൽ ഡാമിനകത്തൂടായിരിക്കും. അല്ലെങ്കിൽ എർത്തേൺ ഡാംസിൻ്റെ കേസിലാണ് ബിലോ ഫൗണ്ടേഷനും കൂടെ ആയിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡൈവേർഷൻ ചാനൽസ് നമ്മൾ കൊടുക്കേണ്ടി വരും ചില സമയങ്ങളിൽ. ഇനി ഈ ഷാഫ്റ്റ് സ്പിൽവേ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഓവർഫ്ലോ സ്പിൽവേയും അതുപോലെ തന്നെ ട്രഫ് സ്പിൽവേയും നോൺ അവൈലബിലിറ്റി ഓഫ് സ്പേസ് കാരണം നമുക്കൊരു തരത്തിലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ടൈപ്പ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഉള്ളൊരു മെയിൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ഒരു ഹൈ റേറ്റിനപ്പുറത്തേക്ക് സഡനായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്തില്ലാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വിയർ ടൈപ്പ് സ്പിൽവേ അപേക്ഷിച്ചിടത്തോളം അത്ര യൂസ്ഫുൾ ആയിട്ട് വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ വെർട്ടിക്കൽ ഷാഫ്റ്റിൽ നിന്ന് ഹൊറിസോണ്ടൽ ടണലിലേക്ക് വെള്ളം പാസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ഗ്രാജുവൽ ട്രാൻസിഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവിടെ ക്യാവിറ്റേഷൻ ഉണ്ടാവും. ആ വരുന്ന വെലോസിറ്റിയുടെ വ്യത്യാസം പെട്ടെന്ന് വരുമ്പോൾ എൻട്രി ഓഫ് ഡെബ്രിസ് ആൻഡ് അതർ മെറ്റീരിയൽ ടു ഷാഫ്റ്റ് ഷുഡ് ബി അവോയ്ഡഡ്. അത് ഓഫ് കോഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സാധനമാണ്. ഈ ഡെബ്രിസോ അതർ മെറ്റീരിയലോ കയറി കഴിഞ്ഞാൽ ഷാഫ്റ്റ് ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്തത് സൈഫൺ സ്പിൽവേ. സൈഫൺ സ്പിൽവേക്കകത്തെന്ന് പറഞ്ഞാൽ വാട്ടർ കൺവേ ചെയ്യുന്ന റിസർവോയിന് ഒരു സൈഫൺ പൈപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത് വരുന്ന പൈപ്പിനെയാണ് നമ്മൾ സൈഫൺ പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻലെറ്റ് സൈഫൺ പൈപ്പിൻ്റെ റിസർവോയറിലും ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സൈഡിലുമായിട്ടായിരിക്കും ഇത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻലെറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് സമ്മേർജ്ഡ് ഇൻ വാട്ടർ ആയിരിക്കണം. റിസർവോയറിലെ വാട്ടറിൽ സമ്മേർജ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിനകത്തൂടെ എയർ കയറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രണ്ട് കേസിൽ നമുക്ക് ഈ സൈഫൺ പൈപ്പ് കൊടുക്കാം. ഒന്നി ഇൻസൈഡ് ദ ബോഡി ആയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ. അതിനെ ഹുഡ് ടൈപ്പ് എന്ന് പറയും. അത് ഞാൻ നെക്സ്റ്റ് ആയിട്ട് പറയാം. ഇനി അതുപോലെ തന്നെ നോർമൽ പൂൾ ലെവലിലായിട്ടായിരിക്കണം ഈ സൈഫൺ പൈപ്പിൻ്റെ ഇൻലെറ്റ് വരുന്നത്. നോർമൽ പൂൾ ലെവലിനേക്കാൾ ഡെപ്തിലേക്ക് കൊടുക്കണം. ഡെബ്രിസിൻ്റെയൊക്കെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ അതിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കേസിൽ സൈഫൺ പൈപ്പിനകത്ത് എയർ തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂൾ ലെവലിൽ നിന്ന് ഒരു എയർ വെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിലും വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ എപ്പോഴേലും നോർമൽ പൂൾ ലെവലിന് താഴെ ആകുകയാണെങ്കിൽ ഈ എയർ വെൻറ്റിൽ കൂടെ തന്നെ ഇതിനകത്തോട്ട് എയർ കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എയർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഫോണിക് ആക്ഷൻ നടക്കത്തില്ല. സൈഫൺ പൈപ്പ് വഴി സൈഫോണിക് ആക്ഷനിൽ കൂടെയാണ് വെള്ളം ഡൗൺ സ്ട്രീം സൈഡിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഈ ഡൗൺ സ്ട്രീം സൈഡിലും ഇത് വേണ്ടുന്നത്ര സബ്മേർജ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് എയർ കയറും. അപ്പോഴും സൈഫോണിക് ആക്ഷനെ അത് പ്രിവെൻറ്റ് ചെയ്യും. പറഞ്ഞ കാര്യം തന്നെ കൺസിസ്റ്റ് ഓഫ് എ സൈഫൺ പൈപ്പ്, വൺ ഓഫ്
ആ റിസർവോറിലോട്ടും അതർ എൻ്റെ ഡൗൺ സ്ട്രീമിലോട്ടും കണക്ട് ചെയ്യുക. സൈഫൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ബോഡി ആവാം. Siphon pipe installed within the body ആണെങ്കിൽ air vent must be provided at normal pool level. Inlet of the pipe should be lowered so as to avoid the entry of debris. If the water level is below normal pool level, air enters through the vent and siphonic action does not take place. The outlet of siphon must be submerged in water to avoid the entry of air from downstream. ഈ നോട്ടിൻ്റെ അവിടെ നിർത്തുന്നതെന്ന് വെച്ചാൽ നോട്ടുകൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് വായിക്കുന്നത്. അടുത്ത ഹുഡർ ടൈപ്പ് സൈഫൺ, അതായത് ഇവിടെ സൈഫൺ കൊടുക്കുന്ന ഇൻലെറ്റ് മൗത്ത് ഓഫ് സൈഫൺ കൊടുക്കുന്ന ക്രസ്റ്റിൻ്റെ മുകളിലൊരു ഹുഡായിട്ടായിരിക്കും, സൈഫൺ ഹുഡായിട്ടായിരിക്കും. അതിൻ്റെ ഇൻലെറ്റ് സബ്മർജ് ചെയ്ത് വെച്ചേക്കണം. അതുപോലെ ഇതിനകത്തൊരു ഡീപ്രൈമർ ഹുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് മേളിൽ കൂടെ, അത് ഈ മെയിൻ പൈപ്പിൻ്റെ മേളിൽ കൂടെ. ഇനി ഈ ഡീപ്രൈമർ ഹുഡും മെയിൻ ഹുഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന എയർ വെൻറ്റിൽ കൂടെ ആയിരിക്കും, ഒരു ത്രോട്ട് ലൈക്ക് സ്ട്രക്ചർ. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് മറ്റേതുമായിട്ട്. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഡീപ്രൈമർ ഹുഡ് കാരണം ഉണ്ടാകുന്ന ഡീപ്രൈമിങ് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, പ്രൈമിങ് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഇവിടുന്ന് പൂൾ ലെവൽ ഉയർന്ന് റിസർവോയർ ലെവലിലേക്ക് എത്തി ഇതിങ്ങനെ വരുന്നുണ്ടേ നമ്മുടെ ക്രസ്റ്റിൻ്റെ മേളിൽ കൂടെ ഓവർഫ്ലോ ചെയ്യും. അങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഡീപ്രൈമർ ഹുഡിൻ്റെ മേളിൽ കൂടെ ആയിരിക്കും ഓവർഫ്ലോ നടക്കുന്നത്. അങ്ങനെ നടക്കുന്നുടനെ നമ്മുടെ ഇൻലെറ്റ് പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് എയർ എൻട്രിയിൽ നിന്ന്. അതുപോലെ തന്നെ ടെയിൽ എൻഡിൽ നിന്ന് തിരിച്ച് ഞാൻ പറഞ്ഞില്ലേ എയർ കയറാതിരിക്കാൻ വേണ്ടി ഇതും സബ്മേർജ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ഇതിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ സ്പില്ലിംഗ് ഓഫ് വാട്ടർ കോസസ് സക്കിങ് ഓഫ് റിമൈനിങ് എയർ ഇൻ ദ ഹുഡ്. ഇതിനകത്തിലെ റിമൈനിങ് എയറിനെയും കൂടെ ആ ഫ്ലോ ആവുന്ന വാട്ടർ വലിച്ചെടുക്കും. ഈ ഇൻലെറ്റും ഔട്ട്ലെറ്റും ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഇതിനകത്ത് പിന്നെയും സൈഫോണിക് എഫക്റ്റ് ഉണ്ടാകുകയും ഇവിടെ സൈഫോൺ ആക്ഷൻ വഴി പെട്ടെന്ന് തന്നെ ഡൗൺ സ്ട്രീമിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുകയും ചെയ്യും. കോമൺലി അഡോപ്റ്റഡ് ആണ്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഹുഡ് ഈസ് കൺസ്ട്രക്റ്റഡ് ഓവർ ആൻ ഓർഡിനറി ഓവർഫ്ലോ ഗ്രാവിറ്റി ഡാം. ഞാൻ പറഞ്ഞു ഓർഡിനറി ആയിട്ടുള്ള ഒരു ഡാമിൻ്റെ മുകളിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഹുഡ് കൺസ്ട്രക്ട് ചെയ്യും. ഇൻലെറ്റ് ഓഫ് ദിസ് ഹുഡ് ഈസ് സബ്മർജ്ഡ് സോ ആസ് ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഡെബ്രീസ്, ഐസ് എക്സെട്ര. A small depriming hood is kept above the main hood and both these hoods are connected by an air vent. The inlet of the deprimer hood is kept at normal pool level. Principle of functioning of both type of installation are the same except the initial priming. ആദ്യം പറഞ്ഞു വിത്തിൻ ദ ബോഡിക്കകത്തൂടെ ഉള്ളതും ഹുഡ് വഴി ഉള്ളതിൻ്റെ ഫംഗ്ഷനിങ്ങിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ കാര്യമാണ് പറഞ്ഞത് സെയിം ആണെന്ന്. വെൻ flood occurs, water level rises up and a sheet of water will flows over the crust. Since water rises above the deprimer hood, the air entry at the outlet is sealed. Air entry at the outlet is sealed by tailwater. ഞാൻ പറഞ്ഞു ഡൗൺ സ്ട്രീമിലും സഫിഷ്യൻ ഡെപ്തിൽ ഇമ്മേഴ്സ് ചെയ്തിടണം, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് എയർ കയറും, സൈഫോണിക് ആക്ഷൻ ഉണ്ടാകത്തില്ല. ഹെൻസ് ദ വാട്ടർ സ്പില്ലിംഗ് ഓവർ ദ ക്രസ്റ്റ് സക്സ് ഓൾ ദ റിമൈനിങ് എയർ ഇൻ ദ ഹുഡ്, ദസ് സൈഫോണിക് ആക്ഷൻ ഈസ് അറ്റൈൻഡ്. സൈഫോണിക് ആക്ഷൻ അറ്റൈൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും, അപ് സ്ട്രീമിലെ വെള്ളം ഡൗൺ സ്ട്രീമിലേക്ക് ഈ സൈഫോണിക് ആക്ഷൻ വഴി ട്രാൻസ്ഫർ ചെയ്തോളൂ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് എഫക്റ്റീവ് ലെങ്ത് ഓഫ് സ്പിൽവേ ആണ്. നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് ഓഫ് സ്പിൽവേയുടെ ഇക്വേഷൻ LE = L - 2 × KP × N - KA × HE. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. L എന്ന് പറയുന്നത് നെറ്റ് ക്ലിയർ ലെങ്ത് ഓഫ് ദി സ്പിൽവേ ക്രസ്റ്റ്, സ്പിൽവേ ക്ലസ്റ്ററിൻ്റെ ക്ലിയർ ലെങ്ത്, അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത്. KP എന്ന് പറഞ്ഞാൽ പിയർ കോൺട്രാക്ഷൻ കോഎഫിഷ്യൻറ്റ്, KA എന്ന് പറഞ്ഞാൽ അബട്ട്മെൻറ്റ് കോൺട്രാക്ഷൻ കോഎഫിഷ്യൻറ്റ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പിയേഴ്സ്, HE ടോട്ടൽ ഡിസൈൻ ഹെഡ് ഓൺ ദ ക്രസ്റ്റ് ഇൻക്ലൂഡിങ് വെലോസിറ്റി ഹെഡ്. ഈ KPയും KAയും നമ്മുടെ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇതാണ് 4 ഷേപ്പുകൾ വരുന്നത്. ഫസ്റ്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലണ്ട് നോസ് സ്ക്വയർ പിയർ, സ്ക്വയർ ആയിട്ട് വരുന്ന പിയർ, അതിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ട് വരുന്നത് CP = 0.1. ആ കോഎഫിഷ്യൻ്റ് നമുക്ക് വേണ്ടുന്ന ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ്. ഇതിപ്പോൾ ലെങ്ത് മാത്രമേ പറയുന്നുള്ളൂ. റൗണ്ടഡ് ആയിട്ടുള്ള സൈഡ് കോർണേഴ്സ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി കട്ട് വാട്ടർ നോസ് പിയർ എന്ന് പറയുന്നത്. തേർഡ് വൺ പോയിൻറ്റഡ് നോസ് പിയർ. ഇങ്ങനെ 4 ടൈപ്പുള്ള പിയർ ഷേപ്പുകളാണുള്ളത്. ഇതിനനുസരിച്ചാണ് ആ കോഎഫിഷ്യൻറ്റുകൾ വേരി ചെയ്യുന്നത്. 90 ഡിഗ്രി കട്ട് വാട്ടർ നോസ് പിയർ ആണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻറ്റ്, കാരണം അതാണ് ഏറ്റവും ലോ ആയിട്ടുള്ള KP വാല്യൂ തരുന്നതും അതുതന്നെയാണ് നമ്മൾ ജനറലി പ്രിഫർ ചെയ്യുന്നതും ഡിസൈന് വേണ്ടിയിട്ട്. ഇതാണ് ആ ടേബിള്. പിയർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ നോസ്ഡ് പിയർ വിത്തൗട്ട് എനി റൗണ്ടിങ് വരുമ്പോൾ KPയുടെ വാല്യൂ 0.1 വരും. അതുപോലെ സ്ക്വയറായിട്ട് റൗണ്ട് ചെയ്ത് വരുമ്പോൾ 0.1 ഓഫ് പിയർ തിക്നെസ്സിന് ഈക്വലായിട്ട് റൗണ്ട് ചെയ്ത് വരുമ്പോൾ 0.02 വരും. റൗണ്ടഡ് നോസ് പിയർ ആൻഡ് 90 ഡിഗ്രി കട്ട് വാട്ടർ നോസ്ഡ് പിയർ എന്ന് പറഞ്ഞാൽ 0.01 വരും.
പോയിൻറ്റഡ് നോസ്പിയർ എന്ന് പറഞ്ഞാൽ 0 വരും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഷേപ്പ് ഓഫ് അബോട്ട്മെൻറ്റ് വെച്ചിട്ടാണ് കെ എ എന്ന് പറഞ്ഞ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. സ്ക്വയർ അബോട്ട്മെൻറ്റ് വിത്ത് ഹെഡ് വാൾ അറ്റ് 90 ഡിഗ്രി ടു ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണെങ്കിൽ 0.2ഉം റൗണ്ടഡ് അബോട്ട്മെൻറ്റ് വിത്ത് ഹെഡ് വാൾ അറ്റ് 90 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആകുമ്പോൾ കെ എ എന്ന് പറഞ്ഞാൽ 0.1ഉമാണ് എടുക്കുന്നത്. അപ്പം എൽ എന്ന് പറഞ്ഞാൽ നെറ്റ് ക്ലിയർ ലെങ്ത് ഓഫ് സ്പിൽവേ ക്രസ്റ്റ്, അതറിയാമെങ്കിൽ കെ പിയും കെ യും എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പിയേഴ്സ് അറിയാമായിരിക്കുമല്ലോ, ഇൻറ്റു എച്ച് ഇ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസൈൻ ഹെഡും അറിയാമെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാം. ഇതാണ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് സ്പിൽവേ ക്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, റിവ്യൂസ് കമൻറ്റ് ചെയ്യുക. ഇത് എനിക്കറിയാം ഇച്ചിരി തിയറി ആയിപ്പോയി. ആ തിയറി പറയുന്നതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് മാറ്റി വെച്ച് കാണിച്ച് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഇനിയും തൊട്ട് പ്രോബ്ലംസ് ഇടാം, ഡിസൈന് അല്ലെങ്കിൽ സ്ട്രക്ചറൽ അനാലിസിസ് അതുപോലത്തെ പ്രോബ്ലംസ് ഇടാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത ടോപ്പിക്ക് എനർജി ഡിസിപ്പേഷൻ ബിലോ സ്പിൽവേ എന്ന് പറഞ്ഞാൽ എനർജി ഡിസിപ്പേഷൻ ബിലോ ഓവർഫ്ലോ സ്പിൽവേ ആണ് മെയിനായിട്ടുള്ളത്. ഈ സ്പിൽവേയുടെ കേസിൽ എനർജി ഡിസിപ്പേഷൻ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്പിൽവേയുടെ മേളിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പം അത് ഒരു കൈനറ്റിക് എനർജി ഒരു വലിയ കൈനറ്റിക് എനർജി അറ്റൈൻ ചെയ്യും ടോയിലെത്തുമ്പോഴത്തേക്ക്. ഇപ്പം നമ്മൾ ആ കൈനറ്റിക് എനർജിയെ ഡിസിപ്പേറ്റ് ചെയ്യാൻ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളം ചെന്ന് ടച്ച് ചെയ്യുന്നിടത്ത് അത് ലാർജ് സ്കെയിൽ സ്കോറിങ് ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ എന്ത് അറേഞ്ച്മെൻറ്റ് കൊടുത്താണോ ഈ കൈനറ്റിക് എനർജിയെ കുറയ്ക്കുന്നത്, അതുപോലെ തന്നെ ഈ വെലോസിറ്റിയെ കുറയ്ക്കുന്നത്, ആ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എനർജി ഡിസിപ്പേഷൻ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ എനർജി ഡിസിപ്പേറ്റർ എന്ന്. എനർജി ഡിസിപ്പേഷൻ ഓഫ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? 2 രീതിയിൽ ചെയ്യാം. ഒന്നീ നമുക്ക് ഈ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയെ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആക്കി മാറ്റാം. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യും. ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുമ്പോൾ ലാർജ് എനർജി ഡിസിപ്പേഷൻ ഉണ്ടാവുകയും ചെയ്യും. അവിടെ അതുപോലെ തന്നെ ടർബുലൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇനി അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ബൈ ഡയറക്റ്റിംഗ് ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ടു എയർ ആൻഡ് മേക്കിംഗ് ദം ഫോൾ അവേ ഫ്രം ദ ടോപ്പ് ഓഫ് ദി സ്ട്രക്ചർ. നമുക്ക് ദൂരെ മാറ്റി ഇത് താഴെ വീഴുന്ന പോലെ ചെയ്തെടുക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ബൈ ഹൈഡ്രോളിക് ജമ്പ് ഫോർമേഷൻ. ഹൈഡ്രോളിക് ജമ്പ് ഫോർമേഷൻ വഴി എങ്ങനെയൊക്കെ എനർജി ഡിസിപ്പേഷൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. y1 ആണ് നമ്മുടെ സ്പിൽവേയുടെ ഹൈറ്റ് എന്നിരിക്കട്ടെ. y2 ആണ് ഡെപ്ത് റിക്വയർഡ് ടു ഫോം ഹൈഡ്രോളിക് ജമ്പ്. q ആണ് ഡിസ്ചാർജ് ഇൻറ്റൻസിറ്റി എങ്കിൽ നമ്മൾ ഈ ക്യൂവിനെയും ടെയിൽ വാട്ടർ ഡെപ്തിനെയും, അതായത് പോസ്റ്റ് ഹൈഡ്രോളിക് ജമ്പ് ഡെപ്ത് ആണ് നമ്മുടെ ടെയിൽ വാട്ടർ ഡെപ്ത് എന്ന് പറയുന്നത്. അതിനെ രണ്ടുകൂടെ ചേർത്ത് വരയ്ക്കുന്ന പ്ലോട്ടിനെ നമ്മൾ ടെയിൽ വാട്ടർ കർവ് എന്ന് പറയും. അതുപോലെ തന്നെ ആ സെയിം ഗ്രാഫിൽ നമ്മൾ ക്യൂവും y2 കൂടെ ചേർത്ത് വരയ്ക്കുന്ന ഗ്രാഫിനെ നമ്മൾ y2 കർവ് എന്ന് പറയും. ഈ 2 കർവുകൾ വെച്ചിട്ട് നമുക്ക് മെയിനായിട്ട് 5 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഹൈഡ്രോളിക് ജമ്പ് ക്രിയേറ്റ് ചെയ്ത് എനർജി ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ട് 5 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ TWC ടെയിൽ വാട്ടർ കർവ് കോയിൻസൈഡ് ചെയ്യുകയാണ് y2 കർവുമായിട്ട്. ഇവിടെ നോക്കിയാൽ അറിയാം ക്യൂവും ഡെപ്തുമായിട്ടുള്ള രണ്ടും ഒറ്റ ലൈനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ള കണ്ടീഷൻ. ജമ്പ് ഫോർമേഷൻ്റെ ഐഡിയൽ കണ്ടീഷൻ ഇതാണ്. ഈ ഒരു കണ്ടീഷന് മാത്രമേ ഉള്ളൂ എല്ലാ ഡിസ്ചാർജിലും ഹൈഡ്രോളിക് ജമ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കോറിങ് ഉണ്ടാകാതെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സിമ്പിൾ ഹൊറിസോണ്ടൽ ഏപ്രൺ പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതി. ആ ഏപ്രൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്, ഏപ്രൺ ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലെങ്ത് 5 × y2 - y1 ലെങ്ത് വേണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈപ്പ് കേസിൽ നമുക്ക് ഹൈഡ്രോളിക് ജമ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സെക്കൻഡ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെയിൽ വാട്ടർ കർവ് y2 കർവിനേക്കാൾ മേളിൽ കിടക്കുക. ടെയിൽ വാട്ടർ കർവ് മേളിലും y2 കർവ് താഴെയുമാണെങ്കിൽ ഈ നമ്മുടെ ഈ ജമ്പ് ഉണ്ടാവുമല്ലോ ടോയിൽ, ആ ഉണ്ടാകുന്ന ജമ്പിനെ നമ്മൾ ടെയിൽ വാട്ടർ ഡ്രോൺ ചെയ്ത് മുക്കിക്കളയും. അപ്പം എനർജി ഡിസിപ്പേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ വരുന്ന ഹൈ വെലോസിറ്റി തന്നെ ചാനലിൻ്റെ ബോട്ടത്തിൽ കൂടെ ഈ വെള്ളം കുറേ കൺസിഡറബിൾ ലെങ്ത്തിലേക്ക് പോകും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേസ്റ്റേജ് കൂടുതലാണ്. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ എനർജി ഡിസിപ്പേഷൻ നടത്താമെന്ന് നോക്കാം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡാണുള്ളത്. ഒന്ന് സ്ലോപ്പിംഗ് ഏപ്രൺ കൊടുക്കുക, 2 റോളർ ബക്കറ്റ് ടൈപ്പ് ഓഫ് എനർജി ഡിസിപ്പേറ്റർ കൊടുക്കുക. ഇനി സ്ലോപ്പിംഗ് ഏപ്രൺ ആണെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുന്ന തരത്തിൽ സ്ലോപ്പ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ സ്ലോപ്പിംഗ് ഏപ്രൺ വഴി നമുക്ക് ഈ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇനി റോളർ ബക്കറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഏപ്രൺ ഉണ്ട്, കണ്ടോ, അപ് ടേൺഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏപ്രൺ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മെയിൻ 2 റോളേഴ്സ് ഇവിടെ ഫോം ചെയ്യും. ആ റോളറാണ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ഉണ്ടാകുന്ന ടർബുലൻസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്കോർ ചെയ്ത് വരുന്ന മെറ്റീരിയലിനെ തിരിച്ച് പ്രഷർ ചെയ്യും.
അപ്പം കൂടുതൽ സ്കോറിംഗ് ഉണ്ടാകാതെ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ 2 മെയിൻ റോളേഴ്സ് വെച്ചിട്ട് എനർജി ഡിസിപ്പേഷൻ നടത്തുന്നത്. തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ ടെയിൽ വാട്ടർ കർവ് ബിലോ Y2 കർവ്, അതായത് Y2 കർവ് മുകളിലും ടെയിൽ വാട്ടർ കർവ് താഴെയും. ഇതിനകത്ത് നമുക്ക് 3 രീതിയിൽ എനർജി ഡിസിപ്പേഷൻ അച്ചീവ് ചെയ്യാം. സ്കൈ ജംപ് ബക്കറ്റ്, സ്ലോപ്പിംഗ് ഏപ്രൺ ബിലോ ദ റിവർ ബെഡ്, സബ്സിഡറി ഡാം ബിലോ ദ മെയിൻ ഡാം. സ്കൈ ജംപ് ബക്കറ്റ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ടെയിൽ വാട്ടർ കർവ് താഴെയായിട്ട് വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ടെയിൽ വാട്ടർ കർവ് ഈസ് ഇൻസഫിഷ്യൻറ്റ് ഓൺ ഓൾ ഡിസ്ചാർജസ് ആയിരിക്കും ഈ കേസിൽ. അപ്പോൾ ടെയിൽ വാട്ടർ കുറവാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന വാട്ടർ ഈ ബക്കറ്റിൽ കൂടെ ഷൂട്ടപ്പ് ചെയ്ത് ഹാംലെസ് ആയിട്ട് വന്ന് നമ്മുടെ ഡൗൺ സ്ട്രീം സൈഡിൽ വീണുള്ളൂ. ഈ മെത്തേഡ് റിക്വയർ ചെയ്യണമെങ്കിൽ നമുക്ക് സൗണ്ട് ആൻഡ് റോക്കി റിവർ ബെഡ് ആവശ്യമാണ്. കാരണം എന്താ, ഈ വരുന്ന വാട്ടർ ഇവിടെ വന്ന് അടിച്ച് ഈ ഇമ്പാക്റ്റ് കൊണ്ടാണ് ഇവിടെ എനർജി ഡിസിപ്പേഷൻ കുറച്ചുണ്ടാകുന്നത്. ടേക്സ് പ്ലേസ് ബൈ ഇമ്പാക്റ്റ്. ഓൾസോ സം ഓഫ് ദി എനർജി ഡിസിപ്പേഷൻ ഇൻ എയർ ബൈ ഡിഫ്യൂഷൻ ആൻഡ് എയറേഷൻ വഴിയും ഡിഫ്യൂഷൻ വഴിയും ഉണ്ടാകുന്നെങ്കിൽ പോലും എനർജി ഡിസിപ്പേഷൻ മെയിനായിട്ട് വരുന്നത് ഇമ്പാക്റ്റ് വഴിയാണ്. അതുകൊണ്ട് നമുക്ക് സൗണ്ട് ആൻഡ് റോക്കി റിവർ ബെഡ് അവൈലബിൾ ആയിരിക്കണം ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ. അടുത്തതായിട്ട് നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പിംഗ് ഏപ്രൺ പ്രൊവൈഡ് ചെയ്യുക ബെഡിന് താഴെയായിട്ട്. ഈ സ്ലോപ്പിംഗ് ഏപ്രൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് അനുസരിച്ചാണ് നമ്മൾ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയെ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആക്കി മാറ്റുന്നത്. ഹൊറിസോണ്ടൽ ഏപ്രൺ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ആയിരുന്നു 5 × Y2 - Y1 എന്ന് പറഞ്ഞു. ഇനിയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗൺ സ്ട്രീമിൽ ഒരു സബ്സിഡറി ഡാം കൺസ്ട്രക്ട് ചെയ്യാം. ഇങ്ങനൊരു സബ്സിഡറി ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പൂൾ ഓഫ് വാട്ടർ വരും. പൂൾ ഓഫ് വാട്ടർ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പെട്ടെന്ന് വരുന്ന ലോ ഡെപ്ത് വാട്ടർ ഹൈ ഡെപ്ത് വാട്ടറുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുന്ന കേസ്. അങ്ങനെ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടായി ഇവിടെ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഹൈഡ്രോളിക് ജമ്പായി എനർജി ഡിസിപ്പേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതാണ് സബ്സിഡറി ഡാം കൺസ്ട്രക്ഷൻ വഴിയുള്ള എനർജി ഡിസിപ്പേഷൻ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ TYC ടെയിൽ വാട്ടർ കർവ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും സ്മോൾ ഡിസ്ചാർജിൽ. അതുപോലെ തന്നെ ഡിസ്ചാർജ് കൂടുന്നതനുസരിച്ച് Y2 കർവ് ആയിരിക്കും വലുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പാർഷ്യലി മേളിലായിട്ട് ഏപ്രൻ്റെ മേളിലായിട്ട് സ്ലോപ്പിംഗ് ഏപ്രൺ കൊടുക്കുക. ഗ്രൗണ്ട് ലെവലിൽ മേളിലായിട്ടും താഴെയായിട്ടും. സ്ലോപ്പിംഗ് തന്നെ കുറച്ച് ഭാഗം മേളിലും കുറച്ച് ഭാഗം താഴെയും. അപ്പോൾ ലോ ഡിസ്ചാർജ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ മേളിലുള്ള ഭാഗത്ത് വെച്ച് ജമ്പ് ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ ഡിസ്ചാർജ് കൂടി വരുന്നുണ്ടേ നമുക്ക് ബെഡ് ലെവലിൽ താഴെയുള്ള ഭാഗത്ത് വെച്ച് ജമ്പ് ക്രിയേറ്റ് ആവും. ഇതാണ് ഈ കേസ്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ വെൻ ടെയിൽ വാട്ടർ ഡെപ്ത് ഈസ് ഇൻസഫിഷ്യൻറ്റ് അറ്റ് ലോ ഡിസ്ചാർജ്. ലോ ഡിസ്ചാർജസിൽ ടെയിൽ വാട്ടർ ഡെപ്ത് കുറവും അതുപോലെ തന്നെ മേളിലും വരുമ്പോൾ. ഇതെന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞ ഫോർത്ത് കണ്ടീഷൻ്റെ നേരെ റിവേഴ്സ് കേസാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ലോ ഡിസ്ചാർജസിൽ ജമ്പ് ഫോം ചെയ്യുന്നത് ബിലോ ബെഡായിട്ട് മാറും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ 5 പോസിബിലിറ്റീസിനെയും കൂടെ ചേർത്ത് നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എനർജി ഡിസിപ്പേറ്റർ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹൊറിസോണ്ടൽ ഏപ്രൺ ഓഫ് ലെങ്ത് 5 × Y2 - Y1. സെക്കൻഡ് വൺ സ്ലോപ്പിംഗ് ഏപ്രൺ. തേർഡ് വൺ റോളർ ബക്കറ്റ് ടൈപ്പ് എനർജി ഡിസിപ്പേറ്റർ. ഫോർത്ത് വൺ സ്കൈ ജംപ് ബക്കറ്റ്. ഫിഫ്ത്ത് വൺ സബ്സിഡറി ഡാം കൺസ്ട്രക്ഷൻ ബിലോ ദ മെയിൻ ഡാം. പിന്നെ സ്ലോപ്പിംഗ് ഏപ്രണിനെ തന്നെ നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഒറ്റ സ്ലോപ്പായിട്ട് എബോവ് ആയിട്ട് കൊടുക്കാം, ബിലോ ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 കേസൂടെ വരുന്ന രീതിയിലും കൊടുക്കാം. ഈ ഡിസ്ചാർജിങ്ങിന് 2ആയിട്ട് മാറുന്നതനുസരിച്ച് 2 രീതിയിലും. ടൈപ്പ് ഓഫ് എനർജി ഡിസിപ്പേറ്റർ എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ്. ഞാനത് കർവ് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ.